നമസ്കാരം. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും എന്നാണ് പണ്ടുള്ളവർ പറയാറ്. രഞ്ജിത്തിൻ്റെ കയ്യിലിരിപ്പുകൊണ്ട് അക്കാഡമി ചെയർമാൻ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. ഈ വീക്ക്നെസ്സുകളില്ലാത്ത എത്ര പേരുണ്ടെന്നേ. അവിടെ ചലച്ചിത്ര അക്കാദമിയിൽ ഒരു സെക്രട്ടറി കാണിച്ച കഥയടക്കം എനിക്ക് 100 കഥ എനിക്കറിയാം. പഴയൊരു സെക്രട്ടറിയുടെ വീരശൂര പരാക്രമിയായ എഴുത്തുകാരനായ ഒരു സെക്രട്ടറിയുടെ കഥ ഈ അടുത്ത കാലത്ത് എനിക്കൊരാൾ പറഞ്ഞു. ദിനേശ് അതൊക്കെ എന്ത് ദിനേശ് നീ പറയത്ത്? ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല. എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുമാണ്. അപ്പോൾ എന്താ പറയുക, രഞ്ജിത്തിന് മാത്രമല്ല രാജിവെക്കേണ്ടി വന്നത്, രഞ്ജിത്തിനെ പോലെ രാജിവെക്കാവുന്ന വേന്ദ്രന്മാർ അതിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് നടൻ പ്രേംകുമാറിൻ്റെ തലവരെ തെളിഞ്ഞു. വൈസ് ചെയർമാനിൽ നിന്നും ചെയർമാൻ്റെ ചുമതലക്കാരനായി. ഒരു സീരിയലിൽ അഭിനയിക്കാൻ പോയാൽ 25-30 കിട്ടിയില്ലെങ്കിൽ ഒരു 15 രൂപ കണ്ണടച്ചുകൊണ്ട് പ്രേംകുമാറിന് കിട്ടാം. പക്ഷേ വൈസ് ചെയർമാനിൽ നിന്ന് ചെയർമാൻ്റെ ചുമതലയിലേക്ക് പോയപ്പോൾ മാസ ശമ്പളം എത്രയെന്ന് അറിയാം. അവിടുത്തെ ഡ്രൈവർക്ക് 40,000 ഉണ്ട്. പക്ഷേ വൈസ് ചെയർമാന് 10,000 രൂപയാണ് ശമ്പളം. അത് കൂട്ടണമെന്ന് ക്ഷേമതിയിലും അതിലുമൊക്കെ കൂട്ടണമെന്ന് പറഞ്ഞിട്ട് വഹിക്കാത്ത ആളുകളാണ് AK ബാലനും സജി ചെറിയാനും. ഫണ്ടില്ല എന്നാണ് പറയുന്നത്. അതുപോട്ടെ. അപ്പോൾ ചെയർമാൻ്റെ ചുമതലക്കാരനായി. അയാളത് ഭംഗിയായി ചെയ്തു. കഴിഞ്ഞ വർഷത്തെ ഫിലിം ഫെസ്റ്റിവലിൽ നന്നായി ഒരാളെ കൊണ്ടുപോലും അപശ്രുതി ഉണ്ടാക്കാതെ പ്രേംകുമാർ ആ 29ാമത് ഫിലിം ഫെസ്റ്റിവൽ നടത്തി. ഒരു പഴിയും സർക്കാരിന് കേൾക്കേണ്ടി വന്നില്ല. നീ അത്രയ്ക്കായോ, ഭംഗിയായി നടത്താൻ നീ ആര് എന്നുള്ള തോന്നലുകൾ ചിലപ്പോൾ മന്ത്രിക്കോ സാംസ്കാരിക വകുപ്പിനോ ഒക്കെ തോന്നിക്കാണും. കടക്ക് പുറത്ത് എന്ന് പോലും പറയാതെ പ്രേമൻ അറിയാതെ റസൂൽ പൂക്കുട്ടിയെ ചെയർമാനാക്കി. പ്രേമൻ്റെ വൈസ് ചെയർമാൻ സീറ്റിലേക്ക് എന്താ പറയുക കുക്കു പരമേശ്വരനെയും വെച്ചു. വേണമെങ്കിൽ അന്ന് പ്രേമൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ അതൊരു വലിയ വാർത്തയാക്കിയേനെ. എങ്ങനെയെന്നറിയോ? ചെയർമാൻ്റെ സ്ഥാനത്ത് ആ കസേരി ഇരിക്കുന്നത് പ്രേംകുമാറാണ്. സജി ചെറിയാനടക്കമുള്ള അയാളെ നല്ല ബന്ധമുള്ള അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സഖാവ് എന്നുള്ള നിലയ്ക്ക് അയാളോട് ഒരു അറിയിപ്പ് പോലും കൊടുക്കാതെ റസൂൽ പൂക്കുട്ടിയെ ചെയർമാനാക്കി കൊണ്ടുവന്ന് അവിടെ കസേരി ഇരിക്കാൻ വരുമ്പം പ്രേമൻ എണീറ്റില്ല എങ്കിൽ ഈ സാംസ്കാരിക വകുപ്പ് എന്ത് ചെയ്യും? ചിരയ്ക്കുമോ അയാളെ? താപോടേൻ്റെ ഉള്ളിലേക്ക് എനിക്ക് സർക്കാർ എന്നെ മാറ്റിയെന്ന് കത്ത് തന്നിട്ടില്ല, അതുകൊണ്ട് എൻ്റെ മടി കയറി ഇരുന്നോ എന്നല്ലേ റസൂൽ പൂക്കുട്ടിയോട് പറയാൻ പറ്റൂ. പ്രേമം മാന്യനായതുകൊണ്ടാണ് പ്രേമം എണീറ്റ് കൊടുത്തത്, അല്ലെങ്കിൽ അന്ന് ഓഫീസിൽ വരാത്തത്. ഞാനായിട്ടാണെങ്കിൽ ഞാൻ മാർക്ക് കൊടുക്കില്ല. എനിക്ക് രാജിക്കത്ത് അല്ല, എന്നെ പുറത്താക്കി, കാലാവധി തീരും മുമ്പേ പുറത്താക്കി എന്നുള്ള കത്ത് സജി ചെറിയാൻ്റെ തരാൻ പറ. ഇതാരും കുടുംബസ്വത്തൊന്നും അല്ലല്ലോ, തോന്നുമ്പോൾ കയറ്റിയിരുത്താനും തോന്നുമ്പോൾ ഇറക്കാനും. റസൂൽ പോയി ആ കത്ത് വാങ്ങിച്ചോണ്ടോ എന്ന് പറഞ്ഞേ. അന്ന് റസൂൽ രാജിവെച്ചനെ, മനസ്സിലായ? പക്ഷേ പ്രേമൻ ഒരു പാവമായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളെ നാണം കെടുത്തിയാണ് പുറത്ത് പറഞ്ഞു വിട്ടത്. സർക്കാർ പദവിയല്ലേ, പൂക്കുട്ടി ഏറ്റെടുത്തു. ഒരു സർക്കാർ പദവി മോശമായ പദവിയാണോ? ഒരു സർക്കാരിൻ്റെ സാംസ്കാരിക ക്ഷേമനിധിയുടെ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ എന്ന് പറയുമ്പോൾ ഒരു പവറുണ്ടല്ലോ അതിന്. ഒപ്പം ഒന്നുകൂടി പൂക്കുട്ടി പറഞ്ഞു, ചെയർമാൻ്റെ കസേരയിൽ ഇരുന്നിട്ട് അപ്പം തന്നെ ഞാൻ പോവും, വിദേശത്തേക്ക് പോവും എന്ന് പറഞ്ഞു. വേറൊരു ചിത്രവുമായി എനിക്ക് കരാറുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് പടമൊക്കെ നമ്മളെ മലയാളം പോലെ അല്ലല്ലോ, മാസങ്ങൾക്ക് മുമ്പേ ബുക്ക് ചെയ്യുന്നതല്ലേ. ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഞാൻ കാനഡയിൽ ചിത്രീകരണമായി നിൽക്കുകയായിരിക്കും. ആരും ഒന്നും പറഞ്ഞില്ല. പ്രേംകുമാറിനെ പറഞ്ഞു വിടാനായല്ലോ എന്ന സന്തോഷവും. കോടികൾ മുടക്കി നടത്തുന്ന ഫിലിം ഫെസ്റ്റിവലിൽ ചെയർമാൻ ഉണ്ടാകണം, പക്ഷേ അയാളില്ല. സമാപനത്തിന് വരും എന്ന് പറയുന്നു. ഇന്ന് അയാൾ വീഡിയോ കോൺഫറൻസിലൊക്കെ വരുന്ന കണ്ടു. ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യുക മുഖ്യമന്ത്രിമാരാണ് ഇതുവരെ. ഇത്തവണ പിണറായി ഇല്ല, റസൂൽ പൂക്കുട്ടി മാത്രമല്ല. അദ്ദേഹം കൊച്ചിയിൽ ബിനാലെ ഉദ്ഘാടനം ചെയ്യാൻ പോയി. അപ്പം പിണറായി വിജയന് ബിനാലെയാണ് വലുത്, ചലച്ചിത്രോത്സവം അല്ല. ഈ 6-7 മാസം കൂടി, കുറച്ച് ദിവസം കൂടെ അല്ലേ ഇനിയുള്ളൂ, മെയ് വരെ എന്തോ ഉള്ളൂ, 6-7 മാസം കൂടി പ്രേംകുമാർ തന്നെ ഇരിക്കട്ടെ എന്ന് വിവരമുള്ള പക്വതയുള്ള അനുഭവ സമ്പത്തുള്ള ഒരാളും പറഞ്ഞില്ല. ആർക്കോ അയാളെ ഇഷ്ടപ്പെട്ടില്ല, നാണം കെടുത്തി പറഞ്ഞു വിട്ടു. ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ സദസ്സിലിരിക്കുന്ന പ്രേമനെ കൈയാട്ടി വിളിച്ചത്രേ, വാ നിന്നെ ഞാൻ ചവിട്ടി പുറത്താക്കിയില്ല, നാണം കെടുത്തിയില്ലേ, വാ ഇവിടെ ഇരി. പക്ഷേ പ്രേമന് ആത്മാഭിമാനം ഉള്ളതുകൊണ്ടായിരിക്കാം, അയാളൊരു അഭിമാനിയല്ലേ, അയാൾ പോയില്ല. എൻ്റെ പട്ടി പോലും തൻ്റെ അടുത്ത് വന്നിരിക്കില്ല എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടായിരിക്കണം പ്രേമൻ അപ്പം തന്നെ സ്ഥലം വിട്ടു. ഇപ്പോൾ ചെയർമാൻ ഇല്ലാത്ത ഫിലിം ഫെസ്റ്റിവലിനെ മുൻ ചെയർമാന്മാരിൽ ഒരാളായ സദാചാര്യ മാന്യൻ അപലപിക്കുന്നു. തിരക്കുള്ളയാൾ പദവി എടുക്കരുതായിരുന്നു. പണിയൊന്നുമില്ലാത്ത ഞാനിവിടെ പോരാ നിറഞ്ഞ് നിൽക്കുകയല്ലേ എന്നാവും അദ്ദേഹത്തിൻ്റെ ചിന്ത.
അദ്ദേഹം പറയുകയാണ്, അങ്ങനെ ഒരുപാട് തിരക്കൊക്കെ ഉണ്ടെങ്കിൽ എന്തിനാണ് ഇത് ഏറ്റെടുക്കാൻ പറ്റുന്ന എന്നെ പോലുള്ള എത്രയോ പേര് ഇവിടെ നിൽക്കുകയല്ലേ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തായാലും പൂക്കുട്ടി സമാപനത്തിന് വരുമെന്ന് തോന്നുന്നു. ഈ വയസ്സായാലും അണ്ണാൻ മരം കയറ്റം നിർത്തില്ല എന്ന് പണ്ടുള്ളവർ പറയും. വയസ്സായി, പക്ഷേ എങ്കിലും മരം കയറ്റം നിർത്തേയില്ലല്ലോ, എത്ര അവശനാണെങ്കിലും മരത്തിൽ കയറും. അതുപോലെയാണ് ചിലർ മനുഷ്യർ. ജാതിയാലുള്ളത് തൂത്താ പോവില്ലല്ലോ എന്ന് പറയാം. ചാവക്കാട് ജനിച്ച ആളാണ് PT കുഞ്ഞു മുഹമ്മദ്. 1949 അദ്ദേഹം ജനിച്ചത്. അപ്പോൾ ഇപ്പോൾ 76 വയസ്സായി. ഗൾഫിൽ 10-12 വർഷം ജോലി ചെയ്തു. അടുത്ത സുഹൃത്തായ KR മോഹനെ കൊണ്ട് അശ്വത്ഥമാവ്, സ്വരൂപം, പുരുഷാർത്ഥം 3 സിനിമകൾ നിർമ്മിച്ചു. ഉപ്പ് എന്ന് പറഞ്ഞ പവിത്രൻ്റെ പടത്തിൽ നടനായിട്ട് അഭിനയിക്കുകയും ചെയ്തു. മഗ്രിബ്, ഗർഷോം, പരദേശി, വീരപുത്രൻ, വിശ്വാസപൂർവ്വം, മൻസൂർ 5 സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തു. 1994-ലും 1996-ലും ഗുരുവായൂരിൽ നിന്ന് CPM സ്വതന്ത്രനായി മത്സരിച്ച് MLA ആയി. പ്രവാസലോകം എന്ന കൈരളി ചാനലിലെ PT കുഞ്ഞുമുഹമ്മദിൻ്റെ പ്രോഗ്രാം വലിയ പ്രശംസ നേടിയെടുത്തു. ഒന്ന് അദ്ദേഹത്തിൻ്റെ സംസാര രീതി. മിമിക്രിക്കാർക്ക് ചിരിക്കാൻ പറ്റിയ അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ പറ്റിയ പ്രോഗ്രാമായിരുന്നു പ്രവാസലോകം. കാണാതായിപ്പോയ നിരവധി പ്രവാസികളെ ഈ പ്രോഗ്രാമിലൂടെ കണ്ടെത്താനുമായി. ആദ്യ സംവിധാന സംരംഭമായ മഗ്രിബ് നവാഗത സംവിധായകനുള്ള 1993-ലെ പുരസ്കാരം, സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്തു. ഏറ്റവും നല്ല കഥയ്ക്കുള്ള സംസ്ഥാന അവാർഡ് 2008-ൽ പരദേശിയിലും അദ്ദേഹം നേടി. മികച്ച രണ്ടാമത്തെ ചിത്രമായി 1998-ൽ ഗർഷോം തിരഞ്ഞെടുത്തു. കഥയ്ക്കും ഗർഷോമിനായിരുന്നു അവാർഡ്. 1978-ൽ PT കുഞ്ഞുമുഹമ്മദ് നിർമ്മിച്ച അശ്വത്ഥമാവ് മികച്ച ചിത്രത്തിനുള്ള അവാർഡ് MTയുടെ ബന്ധനുമായി പങ്കിട്ടു. പക്ഷേ ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് ഫലമെന്നേ. രാജ്യാന്തര ചലച്ചിത്ര ഉത്സവത്തിലേക്ക് മലയാള സിനിമ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയുടെ തലവനായിരുന്നു ഇത്തവണ PT കുഞ്ഞുമുഹമ്മദ്. ഒപ്പം ഈ PT കുഞ്ഞുമുഹമ്മദ് ഗുരുവായൂരിന്ന് വരണ്ടേ. അദ്ദേഹം തന്നെ പറയുന്നു, എനിക്ക് ഒരുപാട് അസുഖങ്ങളുണ്ടെന്ന്, ഷുഗറും കൊളസ്ട്രോളും BP-യും വേറെ എന്തൊക്കെയോ അസുഖങ്ങളുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം തന്നെ പറയുന്നു, ഞാൻ അവശനാണെന്ന്. ഒപ്പം കമ്മിറ്റിയിലുണ്ടായിരുന്ന, ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലുണ്ടായിരുന്ന ചലച്ചിത്രകാരിയായ വനിതയുടെ മുറിയിൽ അതിക്രമിച്ച് കയറി എന്ന പരാതിയിൽ ഇപ്പോൾ പ്രതിയാണ് PT കുഞ്ഞുമുഹമ്മദ്. പരാതിക്കാരി തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ രഹസ്യമായി മൊഴിയൊക്കെ കൊടുത്തു. PT മുൻകൂർ ജാമ്യത്തിനായി അപേക്ഷ നൽകി. ഇന്ന് കോടതി അത് എടുക്കും. അപേക്ഷ മുൻകൂർ ജാമ്യം കൊടുക്കുകയോ ഇല്ലെന്ന് ഇന്നറിയാം. വേണേൽ ഞാൻ മാപ്പ് പറയാം അവരോട് എന്നാണ് ഇപ്പം PT പറയുന്നത്. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട്, സെൽഫ് എടുക്കണില്ല, അതാണ് പ്രശ്നം. എന്നാലും മരം കയറ്റം നിർത്തൂല, വേണമെങ്കിൽ ഞാൻ മാപ്പ് പറയാം എന്നാണ്. തെറ്റ് ചെയ്യാത്ത ആളെന്തിനാ മാപ്പ് പറയണേ? PT അതെങ്കിലും ആലോചിക്കണ്ടേ? PT മാപ്പ് പറയാമെന്നാണ് പറഞ്ഞത്. വല്ല കാര്യമുണ്ടോ ഈ വയസ്സുകാലത്ത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒന്നുമില്ലെങ്കിലും പിള്ളേരൊക്കെ തലയെടുത്തില്ലേ PT? കയ്യിലിരിപ്പൊക്കെ വച്ച് കെട്ടേണ്ട കാലം കഴിഞ്ഞെന്നേ. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ കാണും, അതിനനുസരിച്ച് ശരീരം എത്തൂല. അതെങ്കിലും മനസ്സിലാക്കട്ടെ. ഒന്നാമത് ഇവിടെ പീഡനങ്ങൾ കൊണ്ട് നിവർത്തിയില്ല പിണറായിക്ക്. അതിൽ കൂടെ നിങ്ങളും കൂടെ ഒരു കേസിൽ ചെന്ന് ചാടിക്കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ PT എന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത്. നിങ്ങളുടെ രാഷ്ട്രീയ ഭാവിയൊന്നും ഇനിയില്ല, ഇനി മത്സരിപ്പിക്കുകയൊന്നുമില്ല. കാരണം 75-76 വയസ്സായില്ലേ. ഒരു ജീപ്പിൽ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുപോയി ഇറങ്ങാൻ പോലും 4 പേര് വേണം, അല്ലെങ്കിൽ ക്രൈം വേണം, എങ്കിൽ അങ്ങനെ അത്ര അവശനാണ് അദ്ദേഹം. പക്ഷെ അതിനിടയിൽ കയറി ഈ തെമ്മാടിത്തരം കാണിക്കണമായിരുന്നു. മോശമായിപ്പോയി PT. രാഷ്ട്രീയമൊക്കെ നമുക്ക് മാറ്റിവെക്കാം. അടിയന്തരാവസ്ഥ കാലത്ത് ഓർമ്മിപ്പിക്കുന്ന നടപടികളാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിഷ്പക്ഷമായി കാര്യങ്ങൾ നോക്കിക്കാണുന്നവർക്ക് മനസ്സിലാവും. വേറൊരു അടിയന്തരാവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയെ കളിയാക്കിയാൽ അകത്താവും, കേന്ദ്ര മന്ത്രിസഭയെ കളിയാക്കിയാൽ അകത്താവും. ഒരുത്തൻ കലിങ്കിലിരുന്ന് ആരെയും എന്തും പറയാം. തന്തയ്ക്ക് വിളിക്കാം, പിണറായിയെ മക്കളെ എന്ന് വിളിക്കുക, എന്ത് ആ രാഹുൽ മാങ്കൂട്ടമൊക്കെ വിളിക്കുന്നുണ്ടല്ലേ പിണറായി, എടാ വിജയ എന്നൊക്കെയല്ലേ വിളിക്കുന്നത്. ഇപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ മുങ്ങി അടക്കേണ്ടി വരണം അലവലാതിക്ക്. അപ്പോൾ ഒരു അടിയന്തരാവസ്ഥ, പ്രഖ്യാപിക്കാത്ത അടിയന്തരാവസ്ഥയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരെന്തെല്ലാം ചെയ്യുന്നു നിങ്ങൾ ആലോചിച്ച്. ഓരോ ദിവസവും അവർ നടപ്പിലാക്കുന്ന ഓരോ കാര്യങ്ങളായിട്ട് എടുത്തു നോക്കും. ആരും മിണ്ടുന്നില്ല എന്നുള്ളതാണ്. മിണ്ടാൻ പറ്റില്ല, അതാണ് പ്രശ്നം. ഇപ്പോൾ ഗാന്ധിജിയുടെയൊക്കെ കണ്ടില്ലേ, ഗാന്ധിജിയുടെയൊക്കെ ഫോട്ടോ എടുത്ത് ആര് ഇത് 500 രൂപ നോട്ടിൽ മാത്രം വരെ എടുത്തുകളാ, പേരെടുത്ത് മാറ്റി അവിടെ റാം റീം റോം എന്നൊക്കെ പറഞ്ഞ് ഇട്ടാൽ മതി എന്നല്ലേ പറയണേ. സെൻസർ ബോർഡ് എന്ന ഉമ്മാക്കി കാണിച്ച് കുറേ നാളുകളായി ഇവിടെ സിനിമകളെ വരുതിക്ക് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്.
ഏറാൻ മൂളികളായ സെൻസർ ബോർഡ് മെമ്പർമാരെ വച്ച് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. സെൻസർ ബോർഡ് മെമ്പർമാരായ 40 എണ്ണത്തിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കണം. ബഹുരസമാണ്, ഒന്നിനൊന്ന് മിച്ചമാണ് അതിനകത്തുള്ള. കഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു സിനിമ എടുക്കുമ്പോൾ സിനിമയിൽ വലിയ റോളൊന്നും ഇല്ലാത്ത ആളാണ് സിനിമയിലെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ. എടുക്കുന്ന സീനുകളുടെ ക്യാമറയുടെ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് കുറേ സ്റ്റില്ലെടുക്കണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ സ്റ്റില്ലില്ലെങ്കിലും കുഴപ്പമില്ല. ആധുനിക രീതിയിൽ AI ഒക്കെ വെച്ച് പോസ്റ്റർ ചെയ്യാൻ ഒരു പ്രശ്നവുമില്ല. സ്റ്റില്ലെടുക്കാൻ നടക്കുന്നതിനേക്ക് പിടിച്ച് സെൻസർ ബോർഡ് മെമ്പറാക്കണം. അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഒരാളൊരു സിനിമ എടുത്തുകൊണ്ട് ചെല്ലാണ്. ഇപ്പോൾ മമ്മൂട്ടി വെച്ചൊരു സിനിമ ചെയ്യാൻ പോകണമല്ലോ. ആ സിനിമയും കൊണ്ട് ചെന്നാൽ, സെൻസർ ചെയ്യാൻ ചെന്നാൽ ആ സെൻസർ ബോർഡിൽ ഈ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഉണ്ടെങ്കിൽ അവനെ നോക്കി, സാർ എൻ്റെ പടത്തിൽ ആ ഡയലോഗിന് കട്ട് പറയാൻ പാടില്ലായിരുന്നു, എന്താണ് സാർ അങ്ങനെ കട്ട് ചെയ്തതെന്ന് തൊഴുകയ്യോടെ പറയേണ്ട ഗതികേടാണ് അടൂരിന് വരാൻ പോകുന്നത്. അങ്ങനെയുള്ളവന്മാരെയൊക്കെ വെച്ചാണ് സെൻസർ ബോർഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു രാജീവ് ചന്ദ്രശേഖറിൻ്റെയും സുരേഷ് കുമാറിൻ്റെയൊക്കെ വീട്ടിൽ ജോലിക്കുന്നവരൊക്കെ അവിടെ കാണും സെൻസർ ബോർഡ് മെമ്പറായിട്ട്, ഡ്രൈവർ ഒക്കെ ആയിരിക്കും. അപ്പോൾ സെൻസർ ബോർഡ് എന്ന് പറഞ്ഞാൽ ഉമ്മാക്കി കാണിച്ച് കുറേ ദിവസമായിട്ട് ഇപ്പോൾ എത്ര സിനിമകളായി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഏറാം മൂളികളായ ഇവിടെ സെൻസർ ബോർഡിൽ കേന്ദ്രം ഭരിക്കുന്ന ഏത് കാലഘട്ടത്തിൽ ഭരിക്കുന്ന കേന്ദ്രത്തിലെ സർക്കാരിൻ്റെ ആളുകൾ തന്നെയാണ് സെൻസർ ബോർഡിൽ വരുന്നത്. പക്ഷേ അപ്പോഴും ഒരു മാന്യത ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 10-15 വർഷമായിട്ടാണ് അതൊക്കെ നഷ്ടപ്പെട്ടത്. തൊലിക്കെട്ടിയുള്ളവന്മാർ മാത്രം മതി സെൻസർ ബോർഡിൽ എന്നെത്തിയിരിക്കുന്നു. സിനിമയിലൂടെ വളർന്ന് പേരും പ്രശസ്തിയും ഉണ്ടാക്കിയവന്മാർ ഈ പറയുന്ന കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയിൽ കേരളത്തിൽ നിന്നുണ്ട്. അവർ പോലും ഒരക്ഷരം കവാൻ മിണ്ടില്ല. ഞാൻ അഭിനയിച്ച പടത്തിന് തടഞ്ഞു വെച്ചിട്ട് ഞാൻ മിണ്ടില്ല എന്ന് പറയുന്ന മന്ത്രി, കേന്ദ്രമന്ത്രിയാണ് ഇവിടെ ഉള്ളത്. ഇവരെയൊക്കെ വിളിക്കേണ്ടത് എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഉണ്ണാക്കൻ എന്നൊക്കെ വിളിച്ചാൽ കുറഞ്ഞു പോകും. സഹി കെട്ടതുകൊണ്ടാകണം. ഹൈക്കോടതി ഇവിടെ ഒരു മലയാള സിനിമ, ഹാൽ എന്ന് പറഞ്ഞ മലയാള സിനിമ 2 പ്രാവശ്യം കണ്ടു. പല സജഷനുകളും കോടതി പറഞ്ഞു നോക്കി. കേന്ദ്രം ഭരിക്കുന്നവന്മാർ പറയുന്നതല്ലേ സെൻസർ ബോർഡിലിരിക്കുന്ന ഏറാമൂളികൾക്ക് ചെയ്യാൻ പറ്റൂ. അവർ തർക്കിച്ചു. ഷൈൻ നിഗത്തിൻ്റെ ഹാൽ റിലീസായാൽ ഹിന്ദു പിള്ളേരെല്ലാം മതം മാറും എന്നാണ് അവന്മാർ വിചാരിച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറയുന്നത് മതം മാറേണ്ടി വരികയാണെങ്കിൽ ഒരുപാട് പ്രശ്നം. ഇപ്പോൾ അംബേദ്കർ അടക്കം ഒരുപാട് പേര് മതം മാറിപ്പോയത് എന്തുകൊണ്ടെന്ന് അന്വേഷിച്ച് നോക്കൂ. സഖി കെട്ടി ജീവിക്കാൻ ദുസ്സഹമായ ജീവിതമാകുമ്പോഴാണല്ലോ അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് അവിടെ ഒരു അത്താണി കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് പോകുന്നത് അതുകൊണ്ടായിരിക്കാം. ബീഫ് ബിരിയാണി എന്ന് പറഞ്ഞാൽ കേരളം ഇടിഞ്ഞു വീഴാം എന്നൊക്കെയാണ് ഈ സെൻസർ ബോർഡ് ഏമാമാർ ശടിച്ചത്. ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നു, സെൻസർ ബോർഡ് അതും പറഞ്ഞ് തിരുവല്ല കുന്നിലിരിക്കട്ടെ, ഈ പടം റിലീസാക്കിക്കൊള്ളൂ എന്നാണ്. അവിടേക്കാണ് എനിക്ക് സത്യത്തിൽ ഞാൻ ആലോചിക്കുന്നത്, കോടതി ഇല്ലാത്തൊരു നാടായിരുന്നെങ്കിൽ ദിലീപിന് എന്ത് സംഭവിക്കുമായിരുന്നു? ഇവിടെ കള്ള തെളിവുകളുണ്ടാക്കുന്ന പോലീസുകാരന്മാർ എങ്കിൽ ദിലീപിന് എന്ത് ചെയ്യും? തൂക്കിക്കൊന്നെ, എന്നേ തൂക്കിക്കൊന്നെ. കോടതിയും കൂടി അങ്ങനെ ആയിപ്പോയാലേ, സുപ്രീം കോടതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ പാടില്ലാത്ത കേൾക്കുന്നുവെങ്കിൽ പോലും ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് കണ്ടില്ലേ, ഒരു ലോറി നോട്ട്, കത്തിയ നോട്ട് എടുത്തുകൊണ്ട് എൻ്റെ പൈസ അല്ല, ആരോ എൻ്റെ ശത്രുക്കൾ കൊണ്ടുവച്ചിട്ട് അത് 50-100 കോടി കൊണ്ടുവച്ചിട്ട് കത്തിച്ചെന്നു. യവനൊക്കെ ആലോചിച്ച് നോക്കി, സുപ്രീം കോടതി ജഡ്ജായിരുന്നവനാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ട്. എങ്കിൽ പോലും കോടതിയെ ബഹുമാനിക്കണം. ഞാൻ നിയമത്തെ ബഹുമാനിക്കുന്നതാണ്. പോലീസായാലും ശരി, പട്ടാളമായാലും ശരി, കോടതിയായാലും ശരി, എനിക്ക് അവരോട് ബഹുമാനമേ ഉള്ളൂ, പേടിയേ ഉള്ളൂ. എനിക്ക് ഭയങ്കര പേടിയാണ് പോലീസിനെ. കാരണം നമ്മളെ എങ്ങനെയും തട്ടി അകത്താക്കാം. ഇപ്പോൾ വട്ടർകാവ് പോലീസ് സ്റ്റേഷനിൽ ഞാൻ ചെന്ന് മൊഴി എടുക്കാൻ ചെല്ലുമ്പോൾ എന്നോട് സിനിമാ കഥ അതിൻ്റെ അന്നിരുന്ന CI പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പോലീസുകാരനോ ഒരു SIയോ വന്ന് എൻ്റെ പുറകെ വന്ന് നിന്നിട്ട് പറഞ്ഞു, സാർ ഒരുപാട് ആൾ വെയിറ്റ് ചെയ്യുന്നു. അവിടെ നിൽക്കട്ടോ എന്ന് പറഞ്ഞ് നിർത്തിയിട്ട്, നീണ്ടകരയുള്ള CI ആണ്, നീണ്ടകരക്കാരനാണ്. എൻ്റെ ഒരുപാട് സിനിമാ കഥകൾ പറഞ്ഞ് കൈ തന്ന് വിട്ടു. റൈറ്ററുടെ പറഞ്ഞ് താങ്കളുടെ മൊഴി എടുത്തോളൂ, ഒന്നും സംഭവിക്കില്ല കേട്ടോ, ഇത് സില്ലി കേസല്ലേ, ഞാനത് കൈകാര്യം ചെയ്തോളൂ. അതുകൊണ്ട് എന്നെ പറഞ്ഞു വിട്ടിട്ട് പോക്സോ കേസിലെ പ്രതിയാക്കി എന്നെ. ആലോചിച്ച് നോക്കിയേ, ഒരു കുട്ടിയെ അപമാനിച്ചു എന്ന് പറഞ്ഞ് പോക്സോ കേസാക്കി മാറ്റി. അതിന് പാർട്ടിയിൽ ചിലർ ചരട് വലിച്ചത് എനിക്കറിയാം. എന്നെ കാണുമ്പോൾ ഭയങ്കര ചിരിച്ച് സംസാരിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം, വേന്ദ്രന്മാരെ എനിക്കറിയാം. ഞാൻ എവിടെയെങ്കിലും ഒരു അവസരം വരുമ്പോൾ നോക്കാം, ആദ്യം കേസ് തീരട്ടെ.